ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 523. സൂറത്ത് ഹൂദ് ആയത്തുകൾ 75 മുതൽ 99 വരെ. പേജ് നമ്പർ 800. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. യാ ഇബ്രാഹീമു അഅ്റിദ് അൻ ഹാദാ ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക وإنهم آتيهم عذاب غير مردود ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد قال لو أن لي بكم قوة أو آوي إلى ركن شديد قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود مصومة عند ربك وما هي من الظالمين ببعيد وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ قالوا يا شعيب وصلواتك تأمرك
أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ويا قوم لا يجرمنكم شقاقي أن يصيبكم مثل ما أصاب قوم نوح أو قوم هود أو قوم صالح وما قوم لوط منكم ببعيد. واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود. قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهطك لرجمناك وما أنت علينا بعزيز. قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط. ويا قوم اعملوا على مكانتكم إني عامل سوف تعلمون من يأتيه عذاب يخزيه ومن هو كاذب وارتقبوا إني معكم رقيب. ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كأن لم يغنوا فيها ألا بعدا لمدين كما بعدت ثمود. ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد يقدم قومه يوم القيامة فأوردهم النار وبئس الورد المورود. وأتبعوا في هذه لعنة ويوم القيامة بئس الرفد المرفود. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 524 സൂറത്ത് ഹൂദ് ആയത്ത് 75. ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്. നിശ്ചയമായും ഇബ്രാഹിം വളരെ ക്ഷമാശീലനും വളരെയേറെ സഹതാപമുള്ളവനും മടങ്ങുന്നവനുമാകുന്നു. ആയത്ത് 76. യാ ഇബ്രാഹിം ഔരിദ് അൻ ഹദാ. ഇബ്രാഹിമെ, ഈ തർക്കത്തിൽ നിന്നും നീ പിൻവാങ്ങുക. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്.
നിശ്ചയമായും നിന്റെ റബ്ബിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുന്നു. പേജ് 801. വഇന്നഹും ആതീഹിം അദാബുൻ ഗൈറു മർദൂദ്. നിശ്ചയമായും അവർ അലംഘനീയമായ ശിക്ഷ അനുഭവിക്കുന്നതാകുന്നു. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനതയെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരെ ശിക്ഷിക്കാനുള്ള ദൈവകൽപ്പന വന്നു കഴിഞ്ഞു. ആരുടെ ശുപാർശ കൊണ്ടും തർക്കം കൊണ്ടും ശിക്ഷ ഒഴിവാകുകയില്ല. അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോടാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ട് ഭൂരിപക്ഷവും പല തെറ്റിദ്ധാരണകളിലും പെട്ടുപോയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനാണ് ലൂത്ത് അലൈഹിസ്സലാം. രണ്ടുപേരും ഒന്നിച്ചാണ് ഇറാഖിൽ നിന്ന് ഹിജറ പോന്നത്. ഫലസ്തീനിലെത്തിയ ശേഷം ലൂത്ത് അലൈഹിസ്സലാം സദൂം, ഗമൂരിയ പ്രദേശങ്ങളിൽ താമസമായി. അവരിലാണ് അദ്ദേഹം ദൂതനായി നിയോഗിക്കപ്പെട്ടത്. ആയത്ത് 77. വലമ്മ ജാഅത് റുസുലുനാ ലൂതൻ സീഅ ബിഹിം. നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുക്കലെത്തിയപ്പോൾ അവർ കാരണമായി അദ്ദേഹം ദുഃഖിതനായി. വദ്വാഖ ബിഹിം ദറഅഹ്. അവരുടെ കാര്യത്തിൽ അദ്ദേഹം വിഷമാവസ്ഥയിലെത്തുകയും ചെയ്തു. വഖാല ഹാദാ യൗമുൻ അസ്വീബ്. വളരെ വിഷമകരമേറിയ ഒരു ദിവസമാണ് ഇത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മലക്കുകളെ പറ്റിയാണ് ദൂതന്മാർ എന്ന് പറഞ്ഞത്. സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് അവർ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അടുക്കലെത്തിയത്. അങ്ങനെയുള്ളവരെ കണ്ടാൽ ആ നാട്ടുകാർ വിടുകയില്ല. സ്വർഗരതിയിൽ ആസക്തരാണവർ. ലൂത്ത് നബി അലൈഹിസ്സലാമയാകട്ടെ ഇവർ മലക്കുകളാണ് എന്ന് അറിഞ്ഞതുമില്ല. അതിനാൽ ഈ തെമ്മാടികൾ ഈ അതിഥികളെ ശല്യപ്പെടുത്തുവാൻ വരുമല്ലോ, ഈ ദുർജനങ്ങളെ തടുത്ത് അതിഥികളെ വേണ്ടവണ്ണം ബഹുമാനിക്കുവാൻ തനിക്ക് കഴിവില്ലല്ലോ എന്ന് വിചാരിച്ച് ലൂത്ത് നബി അലൈഹിസ്സലാം ദുഃഖിതനായി. ആയത്ത് 78. വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി. ലൂത്തിന്റെ ജനത അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടി വന്നു. വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്. മുമ്പ് തന്നെ അവർ നീചവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു. ഖാല യാ ഖൗമി ഹൗലാഇ ബനാതി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എൻ്റെ പുത്രിമാരിതാ. ഹുന്ന അത്വഹാറു ലക്കും. അവർ നിങ്ങൾക്ക് വളരെ പരിശുദ്ധകളാകുന്നു. അതായത് ഞാൻ അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. ഫത്തഖുല്ലാഹ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വലാ തുഖ്സൂനി ഫീ ദൈഫി. എൻ്റെ വിരുന്നുകാരെ സംബന്ധിച്ച് എന്നെ നിങ്ങൾ അപമാനിക്കല്ലേ. മലക്കുകളാണ് വന്നിട്ടുള്ളതെന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമക്ക് മനസ്സിലായിരുന്നില്ല. പേജ് 802. അലൈസ മിൻകും റജുലുർ റഷീദ്. നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരാളുമില്ലേ? ആ സന്ദർഭത്തിലെ ധർമ്മസങ്കടം ഈ വാക്കുകളിൽ പ്രകടമാണ്. തൻ്റെ വീട്ടിൽ വന്ന അതിഥികളുടെ നേരെ ഈ ദുരുദ്ദേശപരവുമായി വരുന്ന തമ്മാടികളുടെ ധിക്കാരം ഭയങ്കരം തന്നെ. ആ ജനതയിൽ തന്നെ സഹായിക്കുന്ന ഒരുത്തനുമില്ലല്ലോ എന്ന് ആ ദൈവദൂതൻ ചോദിക്കുന്നു. സ്വന്തം നിലയ്ക്ക് എല്ലാം കഴിയുമെന്ന് വാദിക്കുന്നവർ ചിന്തിക്കട്ടെ. ആയത്ത് 79. ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്ഖിൻ. അവർ പറഞ്ഞു, നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ലെന്ന് നിനക്കറിയാമല്ലോ. വ ഇന്നക ലതഅലമു മാ നുരീദ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിശ്ചയമായും നിനക്കറിയാമല്ലോ. ഇവിടെ പെൺമക്കൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമുദായത്തിലെ സ്ത്രീകളാണെന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ആയത്ത് 80. ഖാല ലൗ അന്ന ലീ ബികും ഖുവ്വതൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ തടയുവാൻ വല്ല ശക്തിയും ഉണ്ടായിരുന്നുവെങ്കിൽ, ഔ ആവി ഇലാ റുക്നിൻ ഷദീദ്, അല്ലെങ്കിൽ പ്രബലനായ ഒരു സഹായിയിലേക്ക് അഭയം പ്രാപിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ. വീട്ടിലേക്ക് അതിക്രമിച്ചു വന്ന ഈ തെമ്മാടികളുടെ കാഴ്ചശക്തി അള്ളാഹു നശിപ്പിച്ചതായി സൂറത്ത് ഖമർ 37 ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട്. ആയത്ത് 81. ഖാലൂ യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക. അവർ പറഞ്ഞു, ലൂത്തേ, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. അതായത് വന്ന മലക്കുകൾ. ലൻ യസ്വിലു ഇലൈക. നിന്റെ അടുക്കലേക്ക് അവർ എത്തിച്ചേരുകയേയില്ല. ഫഅസ്തി ബി അഹ്ലിക ബിഖത്ഉഇൻ മിനൽ ലൈലി. രാത്രിയിൽ ഒരു യാമത്തിൽ നിന്റെ കുടുംബത്തെയും കൊണ്ട് നീ യാത്ര തിരിക്കുക. വല യൽതഫിത് മിൻകും അഹദുൻ. നിങ്ങളിൽപ്പെട്ട ആരും തിരിഞ്ഞു നോക്കരുത്. ഇല്ല ഇംറഅതക. നിന്റെ ഭാര്യയെ ഒഴികെ. ഇന്നഹു മുസീബുഹാ മാ അസ്വാബഹും. നിശ്ചയമായും ഈ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ അവൾക്കും ബാധിക്കും. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്. നിശ്ചയമായും അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയം പ്രഭാതമാകുന്നു. അലൈസ സുബ്ഹു ബിഖരീബ്. പ്രഭാതം അടുത്തു തന്നെയല്ലേ.
ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ അവിശ്വാസിനിയായിരുന്നു. അവളും ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടു. പ്രവാചക ഭാര്യയായിട്ട് പോലും വിശ്വാസം ഉൾക്കൊള്ളാനുള്ള ഭാഗ്യമുണ്ടായില്ല. അവിശ്വാസികൾക്ക് ഉപമയായി ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെ ഖുർആൻ ഉദാഹരിച്ചിരിക്കുന്നു. തഹരീം 10. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 525, സൂറത്ത് ഹൂദ് ആയത്തി 82, പേജ് നമ്പർ 803. فلما جاء أمرنا جعلنا عاليها صافلها. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം കീഴ്മേലാക്കി. وأمطرنا عليها حجارة من سجيل منضود. ചൂളവെച്ച കളിമൺ കല്ലുകൾ ആ നാട്ടിൽ തുടർച്ചയായി നാം വർഷിപ്പിക്കുകയും ചെയ്തു. ആയത്ത് 83. മുസവ്വമതൻ ഇൻദ റബ്ബിക്. നിന്റെ റബ്ബിൻ്റെ അടുക്കൽ അടയാളപ്പെടുത്തപ്പെട്ട കല്ലുകൾ, സാധാരണ കല്ലുകളായിരുന്നില്ല അവ. വമാഹിയ മിനദ്ദാലിമീന ബിബഈദ്. ആ പ്രദേശം ഈ അക്രമികൾക്ക് ദൂരെയല്ലല്ലോ. ഫലസ്തീൻ്റെ അടുത്ത് ചാവുകടൽ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോഴും അത് സഞ്ചാരികൾക്ക് കാണാം. അവിടെയാണ് ഈ ശിക്ഷ നടന്നത്. മക്കയിലെ അക്രമികൾക്ക് ഈ ശിക്ഷ നടന്ന സ്ഥലം വിദൂരത്തല്ല. ഷാമിലേക്കും മറ്റും പോകുമ്പോൾ ആ ശിക്ഷയുടെ അവശിഷ്ടങ്ങളും അടയാളങ്ങളും നോക്കിക്കാണാവുന്നതേയുള്ളൂ. മദീനിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ നാട് വിട്ട് ഓടിപ്പോയത്. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ട് ഓടിപ്പോയത്. ഷാമിന് തെക്കും ഹിജാസിന് വടക്കുമാണ് ഈ പ്രദേശം. ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് അൽക്കർക്ക് മുഴത്വ പ്രദേശങ്ങളിലൂടെ 135 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മദീനിലെത്താം. ഒരു ക്ഷേമരാജ്യമായിരുന്ന മദീനിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൽ, വഞ്ചന, പിടിച്ചുപറി ഇതെല്ലാം അവരിൽ വ്യാപകമായിരുന്നു. വിഗ്രഹാരാധകരായിരുന്നു അവർ. ആയത്ത് 84. വഇലാ മദിയന അഖാഹും ശുഐബ. മദീനിലേക്ക് അവരുടെ സഹോദരൻ ഷുഐബിനെയും നാം നിയോഗിച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവിൻ, അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. തൗഹീദിനെ പറ്റി ഉത്ബോധനം നടത്തിയ ശേഷം അവർക്കിടയിലുള്ള വ്യാപകമായ തിന്മയെപ്പറ്റി അവരെ ഉപദേശിക്കുന്നു. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. അളത്തവും തൂക്കവും നിങ്ങൾ കുറച്ചു കളയരുത്. ഇന്നി അറാക്കും ബിഖൈർ. നിങ്ങളെ വളരെ ക്ഷേമത്തിലായി നാം കാണുന്നു. പേജ് 804. വ ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്. ആവരണം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ആ ശിക്ഷയെപ്പറ്റി നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. ആയത്തി 85. വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്. എൻ്റെ ജനങ്ങളെ, അളത്തവും തൂക്കവും നീതിപൂർവം നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും. ആളുകൾക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ കുറവ് വരുത്തരുത്. വലാ തഅ്സൂ ഫിൽ അർദി മുഫ്സിദീൻ. ഭൂമിയിൽ നിങ്ങൾ നാശകാരികളായി കുഴപ്പമുണ്ടാക്കരുത്. ആയത്തി 86. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ബാക്കിയാക്കി തരുന്നതാണ് നിങ്ങൾക്കുത്തമം. വഞ്ചനയും കൃത്രിമവും ചെയ്യാതെ തന്നെ സുഖമായി ജീവിക്കാനുള്ള വഴികൾ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. വമാ അന അലൈക്കും ബിഹഫീദ്. ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരനൊന്നുമല്ല, ഉപദേശിക്കുന്നവൻ മാത്രമാണ് ഞാൻ, നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരുന്നവൻ. ആയത്തി 87. ഖാലൂ യാ ശുഐബു അസ്വലാത്തുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉന. അവർ പറഞ്ഞു, ശുഐബേ, ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഞങ്ങൾ ഒഴിവാക്കുവാൻ നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ? ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. അഥവാ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത് ഉപേക്ഷിക്കുവാൻ. ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. നിശ്ചയമായും നീ ശാന്തശീലനും വിവേകശാലിയുമാണല്ലോ. ഇതൊരു പരിഹാസമാണ്. ആരാധനയുടെ കാര്യത്തിൽ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം തള്ളിക്കളയാൻ കാരണം പറഞ്ഞത് ഞങ്ങളുടെ പാരമ്പര്യം ഒഴിവാക്കാൻ തയ്യാറല്ല എന്നത് മാത്രമാണ്. പിതാക്കളും പിതാമഹന്മാരും ഒക്കെ പ്രവർത്തിച്ചത് തന്നെ ഞങ്ങൾക്ക് മതി, പുതിയതൊന്നും വേണ്ട. അതുപോലെ കച്ചവടത്തിലെ വഞ്ചന ഒഴിവാക്കാനും തയ്യാറല്ല. കാരണം ഇത് ഞങ്ങളുടെ ധനമാണ്, ഞങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കിയതാണ്. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. നീ ആരാണ്
ഞങ്ങളുടെ കച്ചവടത്തെപ്പറ്റി ഞങ്ങളോട് ഉപദേശിക്കാൻ. ഇങ്ങനെയാണ് അവരുടെ ധിക്കാരം. ആയത്ത് 88. قال يا قوم أرأيتم إن كنت على بينة من ربي. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവരാണെന്ന് വരുന്ന പക്ഷം. പേജ് 805. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന. അവൻ്റെ പക്കൽ നിന്നുള്ള നല്ല വിഭവം എനിക്ക് അവൻ നൽകിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള വഞ്ചനയിൽ നിന്നും അഴിമതിയിൽ നിന്നും തികച്ചും മുക്തമായ അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ ലഭ്യമായ വിഭവങ്ങളാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. റിസ്ഖ് എന്ന പദം വിഭവം, ഉപജീവനം, ദാനം തുടങ്ങിയ അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു. നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വിരോധിക്കുന്ന വിഷയം വർജിക്കുന്നതിലും ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുന്നതിലും ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തത്അതു. എനിക്ക് കഴിയുന്നിടത്തോളം നന്മ ഉണ്ടാക്കുവാനല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. എനിക്കുള്ള ഉദവി അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. അലൈഹി തവക്കൽതു. അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചു. വ ഇലൈഹി ഉനീബ്. അവങ്കലേക്ക് തന്നെ ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു. ഞാൻ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യമായി ഞാൻ ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം നിങ്ങളെ നല്ല വഴിയിലൂടെ കൊണ്ടുവരാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ യത്നിക്കുന്നു. പക്ഷേ അത് വിജയിപ്പിക്കേണ്ടത് അല്ലാഹുവാകുന്നു. അവൻ്റെ അനുഗ്രഹത്തിനായി ഞാൻ തേടുന്നു. അതിന് എനിക്കൊരു കഴിവുമില്ല. ഞാനെല്ലാം അവങ്കൽ അർപ്പിക്കുന്നു. ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ഈ വാക്കുകൾ പ്രബോധന പ്രവർത്തകർക്ക് എല്ലാ കാലത്തേക്കും മാതൃകയാക്കാവാനുള്ള വാക്കുകളായി തീർന്നിരിക്കുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 526, സൂറത്ത് ഹൂദ് ആയത്ത് 89, പേജ് നമ്പർ 805. ويا قوم لا يجرمنكم شقاقي أن يصيبكم مثل ما أصاب قوم نوح أو قوم هود أو قوم صالح. എൻ്റെ ജനങ്ങളെ, നൂഹിൻ്റെ ജനതക്കോ ഹൂദിൻ്റെ ജനതക്കോ സ്വാലിഹിൻ്റെ ജനതക്കോ ബാധിച്ചതുപോലെയുള്ളത് നിങ്ങൾക്ക് ബാധിക്കുന്നതിന് എന്നോടുള്ള കക്ഷിമാത്സര്യം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വമാ ഖൗമു ലൂത്തിൻ മിൻകും ബിബഈദ്. ലൂത്തിൻ്റെ ജനത നിങ്ങളിൽ നിന്നും അകലെയല്ലല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ശേഷം അധികകാലം താമസിയാതെയാണ് ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ നിയോഗം. രണ്ട് നാടുകളും അടുത്ത പ്രദേശങ്ങളുമാണ്. ആ ധിക്കാരികൾക്കിറങ്ങിയ ദൈവശിക്ഷകളെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കറിയാമല്ലോ. പേജ് 806. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുകയും. ഇന്ന റബ്ബി റഹീമും വദൂദ്. നിശ്ചയമായും എൻ്റെ റബ്ബ് വളരെ കരുണയുള്ളവനും വളരെ സ്നേഹമുള്ളവനുമാകുന്നു. ആയത്ത് 91. ഖാലൂ യാ ശുഐബ് മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂലു. അവർ പറഞ്ഞു, ഷുഐബേ, നീ പറയുന്ന മിക്ക വിഷയങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്നാ ലനറാക ഫീനാ ദഈഫ. നിശ്ചയമായും നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനനായി ഞങ്ങൾ കാണുന്നു. വലൗലാ റഹ്തുക ലറജംനാക. നിന്റെ കുടുംബമില്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുമായിരുന്നു. വമാ അൻത അലൈനാ ബിഅസീസ്. വില കൽപ്പിക്കാൻ മാത്രം സ്ഥാനമുള്ളവനല്ല നീ. ആയത്ത് 92. ഖാല യാ ഖൗമി അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എൻ്റെ കുടുംബമാണോ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ കൂടുതൽ പ്രതാപമുള്ളവർ. വത്തഖ്ദതുമൂഹു വറാഅകും ദുഹ്രിയ്യ. അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് പുറന്തള്ളിയവനാക്കുകയുമാണോ? ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്. നിശ്ചയമായും എൻ്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ വലയം ചെയ്തവനാണ്. അതായത് പൂർണ്ണമായി ശരിക്ക് അറിയുകയും വേണ്ട നടപടി എടുക്കുകയും ചെയ്യും. ആയത്ത് 93. വയാ ഖൗമി അമലു അലാ മകാനതികും. എൻ്റെ ജനങ്ങളെ, നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. ഇന്നി ആമിൽ. നിശ്ചയമായും ഞാനും പ്രവർത്തിക്കുന്നവനാകുന്നു. അതായത് നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല, എന്നെ നിങ്ങളും നിർബന്ധിക്കേണ്ട. സൗഫ തഅലമൂന മൻ യഅതിഹി അദാബുൻ യുഖ്സിഹി. നിന്ദിക്കുന്ന ശിക്ഷ വരുന്നത് ആർക്കാണെന്ന് അടുത്തു തന്നെ നിങ്ങൾ അറിയും. വമൻ ഹുവ കാദിബ്. കളവ് പറയുന്നവർ ആര് എന്നും. പേജ് 807. വർത്തഖിബു ഇന്നി മഅകും റഖീബ്. നിങ്ങൾ കാത്തിരിക്കുക, നിശ്ചയമായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവനാകുന്നു. ആയത്ത് 94.
വലമ്മ ജാഅ അംറുന, നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, ഈ ജനതയെ ശിക്ഷിക്കുവാൻ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചുള്ള സമയമായപ്പോൾ, നജ്ജൈനാ ശുഐബൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ, ശുഐബിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായിട്ടുള്ളവരെയും നമ്മുടെ കാരുണ്യത്താൽ നാം രക്ഷപ്പെടുത്തി. വഅഖദത്തില്ലദീന ളലമു സ്വൈഹതു, അക്രമം ചെയ്തവരെ ആ ഭയങ്കര ശബ്ദം പിടികൂടി. ഫഅസ്ബഹു ഫി ദിയാരിഹിം ജാതിമീൻ, അങ്ങനെ അവർ അവരുടെ വീടുകളിൽ ചത്തു വിറങ്ങലിച്ചവരായി തീരുകയും ചെയ്തു. ആയത്ത് 95. കഅല്ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ താമസിച്ചിട്ടില്ലാത്തതുപോലെ ആയിത്തീർന്നു. അലാ ബുഅദൻ ലിമദിയന, ശ്രദ്ധിക്കുക മദിയൻകാർക്ക് നാശം. കമാ ബഅദത് സമൂദ്, സമൂദ് സമുദായം നശിച്ചതുപോലെ. ആയത്ത് 96. വലഖദ് അർസൽനാ മൂസ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ, നിശ്ചയമായും തീർച്ചയായും മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ രേഖയുമായി നാം അയച്ചു. ഈ ആയത്ത് 97. ഇലാ ഫിർഔന വമലഇഹി, ഫിർഔന്റെയും അവൻ്റെ പ്രമാണിമാരുടെയും നേരെ. ഫത്തബഉ അംറ ഫിർഔന, അപ്പോൾ അവർ ഫിർഔന്റെ കൽപ്പന പിൻപറ്റി. വമാ അംറു ഫിർഔന ബിറഷീദ്, ഫിർഔന്റെ കൽപ്പന വിവേകപൂർവമല്ല താനും. ഫിർഔന്റെ ധിക്കാരത്തെപ്പറ്റി എത്ര സൗമ്യമായാണ് അള്ളാഹു പറയുന്നത്. ജനം തന്നെ ആരാധിക്കണമെന്നാണ് ഫിർഔൻ പറഞ്ഞത്. അത് സ്വീകരിക്കാത്തവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞത് നോക്കുക, വിവേകപൂർവമല്ല ഫിർഔൻ കൽപ്പിച്ചത് എന്നാണ്. നമുക്കിതിൽ മഹത്തായ പാഠമുണ്ട്. ആയത്ത് 98. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി, ഫിർഔൻ തൻ്റെ ജനതയുടെ മുമ്പിലായ ഖിയാമത്ത് നാളിൽ നടന്നു നീങ്ങുന്നതാകുന്നു. പേജ് 808. ഫഔറദഹുമുൻ നാർ, അങ്ങനെ അവൻ അവരെ നരകത്തിൽ എത്തിക്കുന്നതുമാകുന്നു. വബിഅ്സൽ വിർദുൽ മൗറൂദ്, അവൻ ചെന്നുകൂടുന്ന ആ സങ്കേതം എത്ര ചീത്ത. ഈ ആയത്തിലെ ഔറദ, വിർദ്, മൗറൂദ് എന്നതിലെ ഭാഷാർത്ഥമനുസരിച്ച് കടുത്ത ഒരു പരിഹാസമുണ്ടതിൽ. വെള്ളം കുടിക്കുവാനുള്ള വരവും അതിനുള്ള കൊണ്ടുപോക്കിനുമാണ് ഈ ക്രിയ പ്രയോഗിക്കാർ. ഇടയൻ കന്നുകാലികളെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്ന പോലെ ഫിർഔൻ അനുയായികളെ വെള്ളം കുടിക്കാൻ നരകത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പരിഹസിക്കുന്നത്. മറിയം 85-86 വചനങ്ങൾ നോക്കുക. ആയത്ത് 99. ഈ ഭൗതിക ലോകത്തും ഖിയാമത്ത് നാളിലും ശാപം അവരെ പിന്തുടരുന്നതാക്കപ്പെട്ടു. അവർക്ക് നൽകപ്പെട്ട ഈ സമ്മാനം എത്ര ചിത്ത.